നമസ്കാരം. നവകേരള സദസ്സ് അങ്ങനെ പൊടിപൊടിക്കുകയാണ്. കൊല്ലത്തെത്തിയപ്പോൾ പക്ഷേ ചിലത് സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിലപ്പോൾ ഇപ്പോൾ കുട്ടി സഖാക്കളടക്കം ആശുപത്രി കിടക്കയിലിരുന്ന് ചിന്തിക്കുന്നുണ്ടാവും. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് ഇതാണോ എന്നിപ്പോൾ ചോദിക്കുന്നുണ്ടാകും. ഗൈസ്, ഇത് ഒരു വാചകം ഞാൻ അഞ്ജു പാർവതിയുടെ കയ്യിൽ നിന്നും എടുത്തതാണ്. കാരണം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. മൊത്തത്തിൽ ഹരിച്ചും ഗുണിച്ചും കുറച്ചും കൂട്ടിയും അങ്ങനെ രക്ഷിച്ചു അല്ലേ? എന്നാലും ഇജാതി ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ കൊല്ലത്തെ പിള്ളേർക്ക് വശമുണ്ടായിരുന്നു അല്ലേ? കിട്ടിയോ? ഇല്ല. തോനെ ചോദിച്ചു വാങ്ങിച്ചു. കിട്ടിയതിന് പലിശയുടെ പലിശയും അടക്കം കൊല്ലത്തെ കുട്ടികൾ, കൊല്ലത്തെ പിള്ളേർ എന്താ വെച്ചാൽ കൃത്യമായി കൊടുത്തു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതായത് ഈ കേരളവർമ്മ കോളേജിൻ്റെ ഭാഷയിൽ അവിടെ എഴുതി വെച്ചിരുന്ന കൊല്ലത്തുകാർ പറഞ്ഞാൽ ഇവർ കശുവണ്ടി വിൽ നോട്ട് കുക്ക് ഹിയർ ഡിഫീസ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നവകേരള സദസ്സ് നടക്കുമ്പോൾ നവകേരള സദസ്സിലേക്ക് എത്തുന്ന പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുന്നതിൽ ഒരു അമാന്തവും കാണിച്ചില്ല യുവമോർച്ച പ്രവർത്തകർ. ഞാൻ അതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും CPMകാരും ഒന്ന് കരുതിയിരിക്കുക. കാരണം ഇന്നലെ വരെ രംഗത്തിറങ്ങാത്ത യുവമോർച്ചതായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരെ നിങ്ങൾ ഭയപ്പെടണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭയപ്പെട്ടു. അവരിതാ ആശുപത്രി കിടക്കയിൽ നിന്നിപ്പോൾ ആലോചിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. കൊല്ലത്ത് സംഭവിച്ചതിൻ്റെ ഇരട്ടി സംഭവിക്കുവാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇനി വരുന്നത് ഈ കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിലേക്കാണ്. ഈ തലസ്ഥാന നഗരത്തിലേക്ക് എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം 24-ാം തീയതി കൊല്ലത്തേതിൻ്റെത് 20 ഇരട്ടിയെങ്കിലും യുവമോർച്ചക്കാരുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൊല്ലത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ നമ്മുടെ പിണങ്ങാണ്ടിയുടെ തലസ്ഥാനത്തെ ഷോ ഉജ്ജ്വലമായി 3G ആവാനാണ് സാധ്യത എന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പ്രഖ്യാപിച്ച് പിണറായി വിജയൻ തടി തപ്പുവാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ നടക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകർ രംഗത്തിറങ്ങുന്നു. അവർ ഈ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള സമയത്ത് വളരെ നിശബ്ദരായി ഈ കാഴ്ചയെല്ലാം കണ്ടിരുന്ന വ്യക്തിത്വമാണ്. അവർ കരുതി കാണും എങ്ങനെയെങ്കിലും ഇത് തീരുന്നെങ്കിൽ തീരട്ടെ, അല്ലെങ്കിൽ അടി കിട്ടുന്നവന്മാർ കിട്ടട്ടെ. അത് യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ KSUക്കാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ അടി വാങ്ങിക്കുന്നെങ്കിൽ അവർ വാങ്ങിയിട്ട് പോകട്ടെ എന്നൊക്കെ കരുതി കാണും. അപ്പോഴാണ് എന്തുകൊണ്ടാണ് യുവമോർച്ച എന്ന് പറയപ്പെടുന്ന സംഘടന, RSS, BJP ഇവരൊക്കെ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്? കാരണം ഇത്രയും കോടികൾ ദൂർത്തടിച്ചുണ്ടാകുന്ന ഒരു പരിപാടിക്ക് കരിങ്കൊടി കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിച്ചാൽ അവരെ ഇങ്ങനെ തിണ്ണമിടുക്ക് കാണിക്കുന്ന തരത്തിൽ DYFIക്കാരനും CPMകാരനും SFIക്കാരനുമൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് തല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായല്ലോ. അത് നോക്കുകുത്തികളെപ്പോലെ കണ്ടുനിന്ന യുവമോർച്ചക്കാരനും ഈ പറയുന്ന കോൺഗ്രസ്സുകാരനുമൊക്കെ കോൺഗ്രസ്സുകാരൻ അടികൊള്ളാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവനായി മാറി. പക്ഷെ അപ്പോഴും നോക്കുകുത്തികളായി കാഴ്ചക്കാരായി നിന്ന യുവമോർച്ചക്കാർ പക്ഷെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടത്തിയ പ്രകടനം ഗംഭീരമായി. അവരവരുടെ ശക്തി വിളിച്ചോതുന്ന ഒരു പ്രകടനം തന്നെ നടത്തി. അവർ തിരിച്ചും കൃത്യമായി വിളിച്ചു പറയുകയും ചെയ്യും, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചു തല്ലുമെന്ന്. അതായത് ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ അത് വളരെ കൃത്യമായി ചെയ്യാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് യുവമോർച്ച. അവരോട് വെറുതെ കയറി ചൊറിയരുതേ എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ സഖാക്കന്മാർക്ക് അതിനുള്ള മനസ്സില്ലാതായിപ്പോയി. അവർ കയറി ചൊറിഞ്ഞു, ഇവർ കയറി മാന്തി. അതോടുകൂടി പ്രശ്നം ആശുപത്രി വരെ എത്തി. അങ്ങനെ കൊല്ലത്ത് കിട്ടിയ കണക്ക് പ്രകാരമാണെങ്കിൽ കുറച്ച് കുട്ടി സഖാക്കളും കുറേ വലിയ സഖാക്കളുമൊക്കെ ആശുപത്രിവാസം അനുഭവിക്കുന്നുണ്ട്. വെറുതെ കോൺഗ്രസ്സുകാരനോട് കളിച്ചതുപോലെ അല്ലെങ്കിൽ യൂത്തന്മാരോട് കളിച്ചതുപോലെ കളിക്കരുതേ യുവമോർച്ചക്കാരോട് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും DYFIക്കാർക്കും SFIക്കാർക്കും. അതുകൊണ്ട് കൊടുത്താൽ അത് കൊല്ലത്ത് കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലത്തെ യുവമോർച്ച പ്രവർത്തകർ തലങ്ങും വിലങ്ങും ചാർത്തിയത് എന്ന് പറയേണ്ടി വരും. ഒരിക്കലും ഇത് അനുവദനീയമല്ല. കാരണം അങ്ങനെ പരസ്പരം തല്ലുകൂടി പോകേണ്ട ഒരു സംവിധാനവുമല്ലല്ലോ. പക്ഷേ ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ അത് തിരിച്ചു ചെയ്യാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് തങ്ങളുടേത് എന്നുള്ള കരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ അവർ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. അതാണ് യുവമോർച്ച ചെയ്തിരിക്കുന്നത്. കാരണം യുവമോർച്ച എന്ന് പറയപ്പെടുന്ന സംഘടനയെ ചൊറിയാൻ നിൽക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ,
ഈ കൊല്ലത്തുള്ളവർ ഇത്രയാണെങ്കിൽ അതിൻ്റെ ഏകദേശം 20 ഇരട്ടിയെങ്കിലും വരും തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്ന പട്ടണത്തിൽ, നഗരത്തിൽ, തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ ഈ യുവമോർച്ചയുടെ ശക്തി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴും നവകേരള സദസ്സ് നടക്കുമ്പോഴും വളരെ മാന്യമായി, മര്യാദയായി, ഇന്നലെ കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അത് ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നതല്ലേ നല്ലത്, അങ്ങനെ ചിന്തിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ശക്തി കേന്ദ്രങ്ങളായ യുവമോർച്ചയുടെ ശക്തി കേന്ദ്രങ്ങൾ അവർ നാളെയും മറ്റന്നാളുമൊക്കെ വരും ദിവസങ്ങളിലൊക്കെ അവരും പ്രതിഷേധവുമായി രംഗത്തെത്തും. പക്ഷേ ആ പ്രതിഷേധങ്ങളെ തല്ലിത്തകർക്കുവാനോ ഹെൽമറ്റോ പൂച്ചട്ടിയോ കൊണ്ട് സ്വീകരിക്കുവാനോ തുനിയരുത് സഖാക്കളെ. അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ള പാഠമാണ് കൊല്ലത്ത് നിന്ന് ലഭിക്കുന്നത്. തിരുവനന്തപുരത്തെങ്കിലും അതുണ്ടാകാതിരിക്കട്ടെ. സമാധാനപരമായി നിങ്ങളുടെ നവകേരള സദസ്സ് അവസാനിക്കട്ടെ.